രാഹുൽ ഗാന്ധിയുടെ നാവ് അരിഞ്ഞു തന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 11 ലക്ഷം റുപ്യ അങ്ങോട്ട് കയ്യിലേക്ക് വെച്ചു തരും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പറഞ്ഞത് നമ്മുടെ ഷിൻഡെ ശിവസേന വിഭാഗം MLA ആണ്. അപ്പം നമ്മുടെ BJP ശിവസേന MLA പറഞ്ഞതാണ് ഈ ഒരു കാര്യം. ഈ പറഞ്ഞ മനുഷ്യൻ എവിടെയാണ്, ബുൽദാന MLA ആണ്, സഞ്ജയ് ഗെയ്ക്വാദാണ് ഇയാളുടെ പേരിട്ടോ. ഇയാളാണ് പറഞ്ഞത്. അതായത് പറഞ്ഞത് ഇങ്ങനെ: निवाला छीनने की बात करें, मेरा चैलेंज है इस राहुल गांधी को जो बाबा साहब का संविधान करने की बात करते, जो इसकी जीवा छटेगा मैं उसको 11 लाख का इनाम दूंगा, जो मेरे बाबा साहब का संविधान बदलने की बात. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ല, ഇവനെ പോലത്തെ മരവാണങ്ങളായിട്ടുള്ള ഭീകര ഗുണ്ടകളാണ് നമ്മുടെ നാട്ടിലെ MLA, ശിവസേന MLA അവസ്ഥ ഇത്. ഇവനെ പോലത്തെ വൃത്തികെട്ട ചെറ്റകളുടെ വായിന്ന് വരുന്നൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഷാഡോ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നാവ് അരിഞ്ഞു കൊടുത്താൽ ഇവൻ തരും 11 ലക്ഷം. എന്നിട്ട് ഇവനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസ്താവനകൾ പറയുന്ന, അതും സാധാരണക്കാർ പലതും പറയും. പ്രധാനമന്ത്രിനെ പറ്റി പറയും, എല്ലാ നേതാക്കന്മാരെയും പറ്റി പറയും. പക്ഷെ ഒരു MLA ഇത്തരത്തിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തൂക്കിക്കളയണം. വിത്ത് വീഡിയോ ആണല്ലോ വന്നത്. അതല്ലാണ്ട് വെറുതെ പറഞ്ഞു അത് തെറ്റാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വിത്ത് വീഡിയോ എല്ലാം കൊണ്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. സ്പോട്ടിൽ തൂക്കി ജയിലിലിട്ട് 4 എണ്ണം പൊട്ടിക്കുക. MLA നോക്കരുത്. അത് ഏത് ഭരണത്തിലുള്ള ആൾക്കാരാണെങ്കിൽ. തിരിച്ചും മറച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ചോര തുപ്പുന്നവരെ അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവനൊന്നും പിന്നെ ഇങ്ങനത്തെ ചിലചലക്കില്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ശിവസേന, RSS, BJP ആൾക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മയും വൃത്തികേടുകളും കാര്യങ്ങൾക്കൊക്കെ എതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങളെപ്പറ്റി പുള്ളി പ്രതിപക്ഷ നേതാവായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് ഇവന്മാർക്ക് ഹാലിളകിയത്. പുള്ളി ഓരോ കാര്യങ്ങളും പറയും തോറും ഇവരുടെ ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ ഇവൻ ഇത്രയും പബ്ലിക്കായിട്ട് ഇവനിത് പറയണമെങ്കിൽ ഇവൻ സീക്രട്ടായിട്ട് എന്തൊക്കെ ചെയ്യും? ഇപ്പം രാഹുൽ ഗാന്ധിന് ഇങ്ങനത്തെ ആൾക്കാരെ അപായപ്പെടുത്താൻ ഇവന്മാരൊക്കെ എന്തൊക്കെ പ്ലാനുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് നമുക്കറിയാം. മുത്തശ്ശിയും അച്ഛനെയും ഒക്കെ കൊന്നതാണ്, വെടിവെച്ചിട്ടും ബോംബെറിഞ്ഞിട്ടൊക്കെ കൊന്നതാണ്. അപ്പോൾ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, വേറൊന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ഏതായിരുന്നു, എന്ത് സിംഗ് ആയിരുന്നു, ഏതൊരു സിംഗ്, അവരിതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. BJP നേതാക്കന്മാർ ഓരോ ദിവസം കൂടും തോറും ഓരോ പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിയുടെ ജീവന് ത്രെട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിയുടെ അനുഭവം വരും. അപ്പോൾ ഈ ചെറ്റ പറഞ്ഞത് നാവരിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടം കൊണ്ടും തീർന്നെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ കേന്ദ്രമന്ത്രി വരെ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദി എന്നാണ് പറഞ്ഞത്. ज्यादा प्यार नहीं इस आदमी को, जो हमारी बड़ी नंबर की पॉपुलेशन है, जो देहात में है, जो आम है, वो गरीब है, उसका दर्द ही नहीं पता. देश के नंबर 1 टेररिस्ट अगर किसी को, मेरी ख्याल से किस पे इनाम होना चाहिए पकड़ने के लिए, या देश का सबसे बड़ा दुश्मन जो जिसको लाना चाहिए एजेंसीज को, वो आज राहुल गांधी. നമ്മുടെ റവനീത് സിംഗ് ബിട്ടു എന്ന് പറഞ്ഞ ഈ ബിട്ടു ചെറിയ ബിറ്റൊന്നുമല്ല പൊട്ടിച്ചത് കേട്ടോ. അതായത് രാഹുൽ ഗാന്ധി നമ്മുടെ ഷാഡോ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള ഒരാളെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയാണെന്നൊക്കെ പറയാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു BJPക്കാരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ സംഘപരിവാർ RSS നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർ കാണിക്കുന്ന ചെറ്റത്തരത്തിനും തെണ്ടിത്തരത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ നെക്സ്റ്റ് കൊലവിളിയും ഇതുപോലത്തെ പരിപാടികൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട പോലെ. അപ്പോൾ അവന്മാർക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അറിയില്ല. അവന്മാർക്ക് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ അറിയില്ല. അവന്മാർക്ക് അറിയുന്നത് കുറേ വർഗീയത പരത്തിയിട്ടും കുറേ വംശീയത, വർഗീയത, ഇങ്ങനത്തെ പരിപാടികൾ പരത്തി ഇതുപോലെ ആൾക്കാരെ കൊല്ലും, തിന്നും, മറ്റേതാക്കും മറിച്ചതാക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ മുസ്ലിം ഹിന്ദു വർഗീയ പരാമർശം, അതല്ലെങ്കിൽ തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാർ ബാക്കിയുള്ളവരും. ഈ രീതിയിലാണ് ഇവന്മാർ നമ്മുടെ നാടിനെ മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകളുടെ കാര്യം എനിക്ക് ചിരി വരുന്നത് ആലോചിച്ചിട്ട്. എന്താണെങ്കിലും ഇവനെ പോലത്തെ വിവരം കെട്ടവന്മാരാണല്ലോ നമ്മുടെ കേന്ദ്ര മന്ത്രിമാരെന്ന് ചിന്തിച്ചിട്ടേ ഇത്രയും പറഞ്ഞിട്ടും ആർക്കും ഇത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് തിരിച്ച് മറ്റൊരു നേതാവ്, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവ് നമ്മുടെ ഒരു മന്ത്രിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ, ഇപ്പം അവൻ്റെ വീട്ടിൽ NIA-യും CBI-യും സകലമാന ഈ അന്വേഷണ ഏജൻസിമാർ കയറി നിരങ്ങി. പണ്ട് മോഹൻലാലിൻ്റെ
ഒരു ഫിലിമിലുണ്ട്, മറ്റേ കക്കൂസിൻ്റെ ടാങ്കിലെ ബിസ്ക്കറ്റിന് പകരം മോഹൻലാൽ തീട്ടം വെക്കുന്ന പോലെ അങ്ങനത്തെ വല്ല പരിപാടി ചെയ്യേണ്ടി വരും ഇവന്മാർക്കെതിരെ. അല്ലെ ഇവന്മാർ കയറി നിരങ്ങും. ഇങ്ങനത്തെ പരാമർശം പ്രതിപക്ഷത്തിലുള്ള ആൾക്കാരാണ് പറഞ്ഞതെങ്കിൽ ഇവന്മാർ കയറി നിറങ്ങി ഇല്ലാത്ത കേസ് ഉണ്ടാക്കി പൂട്ടും. പറയാൻ കാരണം ഒക്കെ അവരുടെ കയ്യിലല്ലേ. ആ രീതിയിലല്ലേ നമ്മുടെ നാടിനെ 10 കൊല്ലം കൊണ്ട് ഇവന്മാരാക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ഇതൊക്കെയാണ് മാറ്റണം എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ അറ്റ്ലീസ്റ്റ് കണ്ടത്. അടുത്ത ഇലക്ഷനോടുകൂടി ഈ വക വൃത്തികെട്ട എല്ലാതരം ചാണകങ്ങളെയും നീക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?